ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ നൽകുന്ന 1600 രൂപ വീതം പെൻഷൻ വാങ്ങുന്നവർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. പരിശോധനകളും പ്രധാന നടപടികളും മാർച്ച് മാസം മുതൽ ആരംഭിക്കുകയാണ്. പെൻഷൻ വാങ്ങുന്നവർക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്നും അനർഹരായവരെ കണ്ടെത്തി പുറത്താക്കുമെന്നും സംസ്ഥാന ബജറ്റിൽ തന്നെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിലുള്ളവരാണ് ഈ പരിശോധന നേരിടേണ്ടി വരിക. ക്ഷേമനിധി ബോർഡ് വഴി അംശാദായം അടിച്ച് ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഈ നിയമം ബാധകമാകില്ല. ബാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ 1600 രൂപ വീതം ലഭിക്കുന്നവരാണ് ഈ ഒരു പരീക്ഷണ കാലഘട്ടം പിന്നിടേണ്ടി വരിക. നിലവിൽ അനർഹരായവരെ കണ്ടെത്തി അവരെ പുറത്താക്കുന്നതിലൂടെ അർഹർക്ക് മാത്രം തുക നൽകുവാനും അതോടൊപ്പം പെൻഷൻ തുകയിൽ ഒരു വർധനവിനും സാഹചര്യം ഒരുങ്ങും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർച്ച് മാസം മുതൽ സംസ്ഥാന വ്യാപകമായി സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പെൻഷൻ പദ്ധതിയിൽ നിലവിൽ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി പെൻഷൻ നൽകേണ്ടതില്ല എന്ന തീരുമാനവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ട്. മാത്രമല്ല, മുമ്പ് ഓരോ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷിക്കുമ്പോഴും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. അതിൽ നമ്മുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ മാത്രമാണ് സർക്കാർ ഇത് അംഗീകരിക്കുക പോലും ചെയ്യുക. അതിനാൽ തന്നെ എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നതും അത് കൃത്യമായി പരിശോധിച്ച് ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശവും ഉണ്ട്. അതുകൊണ്ടാണ് ഈ വർഷം മുതൽ നമ്മൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായി വരും. എല്ലാ മാർഗങ്ങളിൽ നിന്നുമുള്ള വരുമാന സ്രോതസ്സുകൾ, അതായത് വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളും പരിഗണിച്ച് അത് പരിശോധിച്ച് നമ്മുടെ വാർഷിക വരുമാനം 1 ലക്ഷമോ അതിന് മുകളിലോ ആണെങ്കിൽ പിന്നീട് പെൻഷൻ തുടർന്ന് ലഭിക്കുകയില്ല. മാത്രമല്ല, പദ്ധതിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം മസ്റ്ററിംഗ് സംബന്ധിച്ചതാണ്. നിലവിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത് ഇനി വീട്ടിൽ പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ജീവനക്കാർ കൈമാറുന്ന സമയത്ത് തന്നെ ഒരു മസ്റ്ററിംഗ് പ്രോസസ് നടത്തും എന്നാണ്. അത് എല്ലാ മാസങ്ങളിലും നടത്തുന്നതായിരിക്കും. അർഹതയുള്ള വ്യക്തികൾ മാത്രമാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് ഈ മസ്റ്ററിംഗ് വീടുകളിൽ തുക വിതരണം ചെയ്യുമ്പോൾ തന്നെ നടത്താൻ ഒരുങ്ങുന്നത്. എല്ലാ പ്രാവശ്യവും പെൻഷൻ ഗുണഭോക്താവ് തുക വാങ്ങുമ്പോൾ വിരൽ പതിപ്പിച്ചുള്ള മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഒതന്റിക്കേഷൻ നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. വളരെ വൈകാതെ തന്നെ ഇത് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്ന് മുതലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുക എന്ന കാര്യങ്ങളിൽ കൃത്യമായ അറിയിപ്പ് കിട്ടിയിട്ടില്ല. എല്ലാ മാസവും ഈ ഒരു മസ്റ്ററിംഗ് കിടപ്പ് രോഗികൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ പെൻഷനുകൾ സ്വീകരിക്കുന്നവർക്കായിരിക്കും നടപ്പിലാക്കുക. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്, അതോടൊപ്പം വീടിന്റെ ചുറ്റുപാട് തുടങ്ങിയ ഭൗതിക നിലവാര പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ്. അത് പരിശോധിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിച്ചേരുന്നതായിരിക്കും. സംശയമുള്ള വീടുകൾ, പരാതി ലഭിക്കുന്ന വീടുകൾ ഇവയെല്ലാം കൃത്യമായി അന്വേഷിക്കും. പിന്നീട് ഈ വീടുകളിൽ എത്തിച്ചേർന്ന് ബന്ധപ്പെട്ട പെൻഷൻ മാനദണ്ഡങ്ങൾ ഓരോന്നായി വിലയിരുത്തും. വീടിന്റെ വിസ്തീർണം, സ്വന്തമായുള്ള സ്ഥലം, വീട്ടിൽ വാഹനമുണ്ടോ, AC ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധന വിധേയമാക്കുന്നതായിരിക്കും. ഇത്തരം വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താവിന് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.